നിങ്ങളൊന്ന് കാണുക. എന്താണത് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇത് വളരെ സമ്പന്നമായ അധ്യക്ഷതയ്ക്കും ബഹുമാനപ്പെട്ട ഗുരുജനങ്ങൾക്കും സഹോദരി സഹോദരന്മാർക്കും ജഗദീഷിനെ ജഗദീഷാക്കിയ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. സാംസ്കാരിക ഉത്സവങ്ങളുടെ കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന അത്തച്ചമയ ഘോഷയാത്ര ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് തന്നെ പൂർണ്ണ ത്രേശന്റെ ക്ഷണമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ ഒക്കെ ഉത്സവമാണ് ഓണം. പക്ഷേ ഞാൻ സ്നേഹത്തിന്റെ ഉത്സവമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇവിടെ ഈ അധ്യക്ഷ വേദി അലങ്കരിക്കുന്ന വ്യക്തിത്വങ്ങളുമായിട്ടുള്ള എന്റെ അടുപ്പം ഒന്നോ രണ്ടോ വാക്കുകളിൽ ഞാൻ സൂചിപ്പിച്ച് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കാം. ആദ്യം എനിക്ക് പറയാനുള്ളത്, എല്ലാവരും കാത്തിരുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ടുള്ള എന്റെ അടുപ്പം. എനിക്ക് ധൈര്യമായിട്ട് പറയാം, ഈ സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാനങ്ങളും എനിക്ക് വേണ്ട എന്ന് ആദ്യമേ പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ എനിക്ക് എന്തും വളരെ തുറന്ന് സംസാരിക്കാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കുറിച്ച് പലരും പലതും പറയുമ്പോൾ വെരി ഡാഷിംഗ് സതീശൻ, വെരി ഡയറിംഗ് സതീശൻ, വെരി ഡിപ്ലോമാറ്റിക് സതീശൻ. ദോഷകൾ പറയും വെരി ഡോമിനേറ്റിംഗ് സതീശൻ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയും വെരി ഡൗൺ ടു എർത്ത് സതീശൻ. അതാണ് നമ്മുടെ മുഖ്യമന്ത്രി. ഞാനിത് പറയാൻ കാരണം ഒരു അനുഭവം മാത്രം പറയാം. രാഷ്ട്രീയമില്ല, ഇത് രാഷ്ട്രീയത്തിന് അതീതമായ മതസൗഹാർദ്ദത്തിലൂന്നിയുള്ള ഒരു ആഘോഷമാണ്. ഒരു ചെറിയ അനുഭവം പറയാം. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ എന്നെ ഒരു ദിവസം പ്രചരണത്തിന് കിട്ടണമെന്ന് അന്നത്തെ സ്ഥാനാർത്ഥി ആഗ്രഹിച്ചു. ഞാൻ അവിടെ ചെന്ന് തുരുതുരാ യോഗങ്ങളിൽ പങ്കെടുത്തതാണ്. ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് അവിടെ ചെന്നപ്പോ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട ചുമതല വഹിച്ച നമ്മുടെ മുഖ്യമന്ത്രി ലിസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞു, എത്ര പ്രസംഗങ്ങൾ? 42 മീറ്റിങ്ങുകളാണ്. ജഗദീശേഷൻ അത്രയൊന്നും പ്രസംഗിക്കേണ്ട, ഒരു 21 അല്ലെങ്കിൽ 22, അതിൽ കൂടുതൽ വേണ്ട. അന്ന് ഞാൻ അദ്ദേഹത്തിന്റെ ആ പ്രത്യേകത മനസ്സിലാക്കി. അതായത് നമ്മുടെ ബുദ്ധിമുട്ടുകൾ, മറ്റുള്ളവന്റെ ബുദ്ധിമുട്ടുകൾ, ഇത് 42 യോഗങ്ങളിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. ഓടി ആ ചെങ്ങന്നൂർ മണ്ഡലത്തിൽ മുഴുവൻ ഓടിയെത്തുന്ന പറയുന്നത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. ഇന്ന് അദ്ദേഹത്തിന്റെ ഞാൻ വന്നോടാൻ പറഞ്ഞ് സംസാരിച്ചത് എന്താണെന്ന് നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചത്, CM അങ്ങയുടെ പ്രസ് മീറ്റ് കാണാൻ ഞങ്ങൾ താല്പര്യപൂർവ്വം ബുധനാഴ്ചകളിൽ കാത്തിരിക്കുന്നു. ഏറ്റവും നല്ല എന്റർടൈൻമെന്റ്, അത് വിനോദവും വിജ്ഞാനവും അതിനകത്തുണ്ട്. The way he is handling press, അത് കണ്ടു പഠിക്കേണ്ടത് തന്നെയാണ്. With facts and figures. അതല്ലാതെ സൂപ്പർ ഫ്ലോസ് ആയിട്ട് ഉപരിപ്ലവമായിട്ടല്ല ഡീൽ ചെയ്യുന്നത്. മറിച്ച് കാര്യങ്ങൾ പഠിച്ച് അപഗ്രഹിച്ച് പ്രതിപക്ഷ നേതാവാകുമ്പോൾ എന്റെ ജ്യേഷ്ഠൻ, അദ്ദേഹം നിയമസഭാ സെക്രട്ടറി, സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്താണ്. നിയമസഭയിലെ പ്രസംഗങ്ങളെല്ലാം ക്രോഡീകരിച്ച് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നു എന്നതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രസ് കോൺഫറൻസുകൾ എല്ലാം തന്നെ. അതേപോലെ തന്നെ ദീപക് ജോയ്, നമ്മുടെ പ്രിയങ്കരനായ MLA ദീപക് ജോയോട് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും സഹോദരനുമായ രമേശ് പിഷാരടിയാണ് ഇന്ന് രാവിലെ വിളിച്ച്, ഞാനിവിടെ കുഞ്ചാക്കോ ബോബന്റെ ചിത്രം കെയിൻ മേരി എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഞാനിവിടെ മഹാരാജാസ് കോളേജിലാണ്. അപ്പോ ദീപക് ജോയോട് രമേശ് പിഷാരടിയാണ് വിളിച്ച് പറഞ്ഞത്. അപ്പൊ രമേശ് പിഷാരടി എന്റെ അടുത്ത് പറഞ്ഞു, ദീപക് ജോയ് എന്ന് പറയുന്നത് വളരെ ജനകീയനായിട്ടുള്ള ഒരു നല്ല MLA ആണ് ജഗദീഷ് ചേട്ടാ, അദ്ദേഹത്തിന് വേണ്ടി ഇന്നൊന്ന് വരണം. ഒരു ഷോർട്ട് നോട്ടീസ് ആണ് എനിക്ക് കിട്ടിയത്, എന്നാൽ പോലും ഞാൻ വന്നു. അങ്ങനെ ഇവിടെ മുനിസിപ്പൽ ചെയർമാൻ എന്നെ ഇവിടെ ക്ഷണിച്ചു കൊണ്ടുവന്ന ഇവിടുത്തെ കൗൺസിൽ പറഞ്ഞു, മുനിസിപ്പൽ ചെയർമാൻ വളരെ സാധാരണക്കാരന്റെ മനസ്സുള്ള ഒരു മുനിസിപ്പൽ ചെയർമാനാണ് ശ്രീ ബാബു. അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ സ്നേഹത്തിന്റെ മുഖങ്ങളാണ്. ഇനി സ്നേഹത്തിന്റെ മുഖങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരു വാക്കുകൂടി എനിക്ക് പ്രത്യേകം പറയാനുണ്ട്. ഞാൻ ഉടുത്തിരിക്കുന്ന മുണ്ട് നിങ്ങളൊന്ന് കാണുക. എന്താണത് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഓണക്കോടിയായി ശ്രീ കുഞ്ചാക്കോ ബോബൻ എനിക്ക് ഇന്നലെ സമ്മാനിച്ചതാണ്. മാത്രമല്ല കുഞ്ചാക്കോ ബോബന്റെ പ്രിയ പത്നി പ്രിയ എനിക്കും കുറച്ച് കലാകാരന്മാർക്ക് വേണ്ടി അവരുടെ കൈകൊണ്ട് പാചകം ചെയ്ത ഉപ്പേരിയൊക്കെ കൊടുത്തയക്കേണ്ട. ഇതൊക്കെയാണ് സ്നേഹത്തിന്റെ മുഖങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ആ സ്നേഹത്തിന്റെ ആഘോഷം ഇവിടെ സാംസ്കാരിക ഉത്സവമാണ്. സ്നേഹത്തിലൂന്നി, സാഹോദര്യത്തിലൂന്നി, മതനിരപേക്ഷതയിൽ, മതസൗഹാർദ്ദത്തിലൂന്നി കൊണ്ടാടുന്ന ഈ ആഘോഷം എന്ന് പറയുന്നത് നാടിന് തന്നെ മാതൃകയാണ്. ഇവിടെ ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും ഒക്കെ തോളോട് തോൾ ചേർന്ന് ഇങ്ങനെ ഒരു ആഘോഷത്തിന്റെ ഭാഗമാകുമ്പോൾ അത് നാടിന്റെ മഹത്വമാണ് ഉയർത്തി കാട്ടുന്നത്. ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് ഈശ്വര നിശ്ചയമാണ്. ഇത്